ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ച് തീർന്ന് ഉപേക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളോ, അല്ലെങ്കിൽ ഇതിപ്പം കംഫോർട്ടിൻ്റേത്, അല്ലെങ്കിൽ ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റേത്, മറ്റേത് വിമ്മിൻ്റെ അടപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതുപോലെയുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെയോ ഇതുപോലെ കംഫോർട്ടിൻ്റെയൊക്കെ കുപ്പികളും അടപ്പുകളും ഒക്കെ വേണം. പിന്നെ നമുക്കതിനാവശ്യമായിട്ടുള്ള പെയിൻറ്റ്സ് വേണം. അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സ്പഞ്ച് വേണം. അതുപോലെ ബ്രഷസ്, കട്ട് ചെയ്യാനായിട്ട് നൈഫ്, മാർക്ക് ചെയ്യാനായിട്ട് മാർക്കേഴ്സ്. അപ്പോൾ തുടങ്ങാം. എന്തായാലും ഞാൻ ഫസ്റ്റ് നമ്മുടെ കംഫോർട്ടിൻ്റെ കുപ്പി എടുത്തു. ഞാനൊരു ആന്തൂറിയമാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഞാൻ റെഡ് കളർ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെഡ് കളർ ബോട്ടിലുണ്ട്. സോ ഞാൻ ഈ വൈറ്റ് കളർ ബോട്ടിലിൽ ആന്തൂറിയത്തിൻ്റെ ലീവ്സ് വരയ്ക്കുകയാണ്. നമ്മളത് ട്രേസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ വരയ്ക്കാവുന്നതാണ്. ഞാനിതിപ്പം വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നൈഫോ സിസേഴ്സോ ഉപയോഗിച്ചോ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലീവ്സിൻ്റെ അത് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. പല സൈസിലും കുറച്ച് ഷേപ്പിന് വേരിയേഷനൊക്കെ കൊടുത്താണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമുക്കിതിൽ ഗ്രീൻ കളർ നമ്മൾ ഫസ്റ്റ്ലി അടിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്പഞ്ച് വെച്ച് ചെയ്യാം. ഞാൻ ആദ്യമേ ഒന്ന് ബ്രഷ് വെച്ച് അടിക്കുകയാണ്. അടിച്ചിട്ട് നമുക്കതിന് മേലെ സ്പഞ്ച് വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈസി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ലീവ്സിനെല്ലാം കളർ ചെയ്ത് വാർണിഷ് അടിച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഞാനപ്പോൾ അത് ഫുള്ള് കളർ ചെയ്ത് വാർണിഷ് അടിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലീവ്സ് കട്ട് ചെയ്തെടുത്ത ഈ ബോട്ടിലിൻ്റെ ഈ സൈഡിലെ പോർഷൻ നമുക്ക് ഈ ചെടിയുടെ സ്റ്റെമ്മായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ട രണ്ടെണ്ണം വേണ്ടി വരും ഒരു ചെടിക്ക്. സോ ഞാൻ അതുപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ലീവ്സ് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം വലിയ ഒരെണ്ണവും ചെറിയ ഒരെണ്ണമാണെങ്കിൽ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ നമുക്കത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. നമ്മൾ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെക്കാൻ എടുത്തിരിക്കുന്ന വേസും കംഫോർട്ടിൻ്റെ ഒരു ബോട്ടിലാണ്. അതിൻ്റെ ബോട്ടം പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് നമ്മുടെ ആവശ്യമുള്ള സൈസിൽ. ഇതുപോലെ നമുക്കിതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ലീവ്സും നമ്മുടെ പെറ്റൽസും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് വാർണിഷ് ചെയ്തു, അതുകൊണ്ട് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്കതിനകത്തൊരു ഡിസൈൻ പോലെ അതിൻ്റെ ഞരമ്പുകൾ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. അതിന് ഞാനത് ഇതുപോലെ യെല്ലോ കളർ എടുത്തൊന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പെറ്റൽസിനാണേലും ജസ്റ്റ് ഒന്ന് റെഡ് കളർ അടിച്ചു കൊടുത്തിട്ട് വാർണിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലെ റൈറ്റിങ് കാണും, അത് കുഴപ്പമില്ല, അത് നമുക്ക് കാണാനേ പറ്റത്തില്ല അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനിത് സ്റ്റെമ്മ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റെംസ് ഇതിൻ്റെ അറ്റം നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലാണ് നമ്മൾ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫ്ലവർ വേസിന് ഞാനൊന്ന് ബ്ലാക്ക് കളർ, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഡിസൈൻ പോലെ അതിൽ പാച്ചസ് പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവേഴ്സും ലീവ്സും ആ ഒരു ബെൻഡ് ചെയ്ത പോർഷനിലേക്ക് ഫെവി ഗ്ലൂ വെച്ചിട്ടോ ഫെവി ബോണ്ട് വെച്ചിട്ടോ ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ടിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഫെവിക്വിക്ക് ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കാവും. ഇത് കുറച്ച് സമയമെടുത്തു സ്റ്റിക്കാവാനായിട്ട്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട്, രണ്ടും മീഡിയം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് സ്റ്റിക്ക് ആവാനായിട്ട് ഭയങ്കര താമസമായിരുന്നു. പിന്നെ ഞാൻ സെല്ലോ ടേപ്പും ഗ്രീൻ ടേപ്പും വെച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ആന്തൂറിയത്തിൻ്റെ ആ ഒരു തിരി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പൂവിന്, അത് ഞാൻ ഈ സെയിം നമ്മുടെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു മെറ്റീരിയൽസും യൂസ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ചെറിയൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കത് പൂവിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സ്പ്ലിറ്റ്സ് കൊടുക്കണം. അതിൻ്റെ അറ്റത്തായിട്ട് 2 സ്പ്ലിറ്റ്സ് കൊടുക്കുക. ഈ സ്പ്ലിറ്റ്സിലോട്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽ കയറ്റി വയ്ക്കുന്നത്. നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരിച്ച്
നമുക്ക് വേറെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് സ്റ്റെമ്മിൽ ഫെവിക്കോൾ പുരട്ടിയിട്ട് നമുക്ക് റവയ്ക്കകത്ത് ഡിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എഗ് ഷെൽസ് ക്രാക്ക് ചെയ്തിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ സെയിം ഇല ഫിക്സ് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റെമ്മിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ ടേപ്പും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള വർക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ആ ലീഫൊക്കെ ആ ഒരു സ്പഞ്ചിൻ്റെ ആ ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ട് ഒറിജിനൽ ലീഫ്സ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കംഫർട്ടിൻ്റെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയോ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വേസ്റ്റ് ബിൻ കളയുന്നതിന് മുമ്പ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ഐഡിയയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.